ക്യാരക്ടറായി ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു, അത് പിന്നെ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടി അത് ഉള്ളിലുണ്ടാകുമെന്നതിനപ്പുറം പിന്നീട് അതിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന സാഹചര്യങ്ങൾ വളരെ കുറവാണല്ലോ. ഇതിപ്പോൾ 8 വർഷത്തിന് ശേഷം ഒന്നുകൂടി ജോർജ് കുട്ടിയായി, പിന്നീട് ഇപ്പോൾ 5 വർഷത്തിന് ശേഷം വീണ്ടും ജോർജ് കുട്ടിയായി, അതിലും ഇമോഷണലായി അതിൽ നിൽക്കേണ്ടി വരുവാണ് ആ ക്യാരക്ടറിൽ. അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാധീനം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ കിരീടം എന്നുള്ള സിനിമയുടെ സെക്കൻഡ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ചെങ്കോൽ എന്നൊരു സിനിമ ഉണ്ടായത്. അത് ഭയങ്കര ഇമോഷണൽ ഫിലിമാണ്. അപ്പോൾ എപ്പോഴും അത് കിരീടത്തിന് അത്ര പറ്റിയില്ലെന്ന് ഒരു കംപ്ലൈൻറ്റ് വരും. കാര്യം കിരീടം എന്ന് പറയുന്നത് വേറെ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ അയാൾക്ക് പോകാൻ പറ്റില്ല, അയാൾ താഴേക്കേ പോകുള്ളൂ. അയാളുടെ ഫാമിലി നശിച്ചു, അയാൾ ജയിലിൽ പോയി, എല്ലാം നഷ്ടപ്പെട്ട ഒരാൾ വീണ്ടും അയാൾ ഏറ്റവും സോബറായിട്ട് നടക്കാനേ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് ജോർജ് കുട്ടി. അയാൾക്ക് പക്ഷേ ഇതിൽ അയാൾ സോബറായിട്ട് നടക്കാൻ ശ്രമിക്കുന്നെങ്കിലും അയാൾക്ക് ആ ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്ത് വന്നാലും നിങ്ങളെ ഞാൻ വിടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറല്ലേ. അപ്പോൾ അത് നമ്മുടെ പേഴ്സണൽ ലൈഫിനെ അതൊന്നും ബാധിക്കുന്നില്ല. അപ്പം നമ്മൾ ഇപ്പം ഞാനും മീനായിട്ട് സംസാരിക്കും, നമ്മൾ വീണ്ടും ഒരു വീട്ടിൽ തിരിച്ച് നമ്മൾ പോകുന്ന പോലെയാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്. അപ്പം അതൊരു റീയൂണിയൻ പോലെയാണ്. ആ വീട് നമുക്കറിയാം, ആ മുറികൾ അറിയാം, അവിടുത്തെ അടുക്കള അറിയാം, അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ ആൾക്കാരെ അറിയാം, ഡൈനിങ് ടേബിൾ അറിയാം, എല്ലാം അറിയാം. അപ്പം നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പം അവിടെ ചെല്ലുമ്പം നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് മാറാൻ കുറച്ചുകൂടെ വളരെ ഈസിയാണ്. ലലേട്ട, ഇത് പനോരമ തൂക്കി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവർ വിഴുങ്ങി ദൃശ്യമെന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ബിസിനസ് സൈഡ്? അതെനിക്ക് കൂടുതൽ പറയാനറിയില്ല. അതിൻ്റെ ഒരു പ്രൊഡക്ഷനുമായിട്ട് സംസാരിക്കും. ആശീർവാദിന്റെ റോൾ എന്താണ്? ആശീർവാദിന്റെ റോളാണ് ഈ സിനിമ എടുത്തു എന്നുള്ളത്. പ്രൊഡക്ഷൻ അല്ല, അവര് ഈ സിനിമ ഹിന്ദിയിലോട്ടൊക്കെ ചെയ്യുന്നവരാണ്, ആദ്യത്തെ 1ഉം 2ഉം ഒക്കെ. അപ്പൊ അവർക്ക് നമ്മളുമായിട്ട് ജോയിൻ ചെയ്തിട്ട് 3 ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ്. ഇതൊരു വലിയൊരു നല്ലൊരു കാര്യമല്ലേ, ഒരു വെളിയിൽ നിന്നൊരു വലിയൊരു കമ്പനി വരുന്നു, ഇങ്ങനൊരു സിനിമയെ അവര് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതിനെ വിഴുങ്ങി എന്നുള്ള വാക്കൊന്നും ശരിയല്ല. മലയാള സിനിമയ്ക്ക് കൂടിയുള്ള അംഗീകാരമാണ്. തീർച്ചയായിട്ടും. അപ്പം അത്തരം സിനിമകൾ വരണം, അങ്ങനെയാണല്ലോ. ഒരുപാട് ആൾക്കാർ മലയാളത്തിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സമയമാണ്. മലയാളത്തിൽ അവർക്ക് സിനിമകൾ എടുക്കണം. മേ ബി അവരുടെ ഒരു വേ ഓഫ് ഫിലിം മേക്കിംഗ് നമ്മുടെയൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ലൊരു പൊസിഷനിങ് ഉള്ള സമയമാണ്. അപ്പം ഈ ഒരു കാര്യം കൊണ്ട് വേറെ ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകട്ടെ എന്ന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. ലാലേട്ടനോട് ചോദിക്കുന്നില്ല, അത് ക്ലീഷയാണല്ലോ. മീന ഇന്നലെ ഈ പ്രസ് മീറ്റിന് ശേഷം വരുമ്പോൾ മലയാളത്തിൻ്റെ മമ്മൂട്ടിയാണ്, മമ്മൂട്ടിയെ പോലെയാണ് മീന എന്ന് പറയുന്നുണ്ട് നടികളിൽ. അതെന്ന് വെച്ചാൽ ഒരു മാറ്റമില്ല. താങ്ക് യു. ഞാനല്ല, മാധ്യമങ്ങളിലൊക്കെയുള്ള ചർച്ചയാണ്, റീൽസ് ഒക്കെ അങ്ങനെ വരുന്നത്. ശ്രദ്ധിച്ചില്ല? ഇല്ല, കണ്ടില്ല ഞാൻ. ഒരു മാറ്റമില്ല. എത്ര മുമ്പും മീനെ കാണുന്നു അതുപോലെ തന്നെ മീന ഇപ്പോഴും ഇരിക്കുന്നു. താങ്ക് യു.